നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. US ഫെഡറൽ റിസർവിൻ്റെ റിപ്പോർട്ട് അവലോകനം വന്നിട്ടുണ്ട്. റേറ്റുകൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അവർ അതേ നിലയിൽ തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഫെഡറൽ റിസർവിൻ്റെ അവലോകനത്തിൽ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിന് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. കാരണം ഇനി ഈ സാമ്പത്തിക വർഷം ഒരു 2 പ്രാവശ്യമെങ്കിലും റേറ്റ് കട്ടുണ്ടാകുമെന്നൊരു സൂചന അവർ നൽകുന്നുണ്ട്. അത് മാർക്കറ്റ് പോസിറ്റീവായി എടുത്തിട്ടുണ്ട്. ഈ ഡൗ ജോൺസ് 500 പോയിന്റിന് മുകളിൽ കയറുകയുണ്ടായി. നാസ്ഡാക്ക് 2%ഓളമാണ്, 2% കയറുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റ് അത് പോസിറ്റീവായി എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മളുടെ മാർക്കറ്റിലും സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നലെ ക്ലോസ് ചെയ്ത 22,907 നിന്ന് ഇന്നത് 23,000 കടക്കുമെന്നുള്ള ഏകദേശ ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിനനുസരിച്ച് വിദേശ മാർക്കറ്റുകൾ അല്ലെങ്കിൽ US മാർക്കറ്റ് അതിന് നല്ലൊരു പിന്തുണ നൽകുന്ന രീതിയിലാണ് ക്ലോസിംഗ് നടന്നിട്ടുള്ളത്. ഉയർന്ന നിലയിൽ തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ കാത്തിരുന്ന 23,000 ലെവല് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളുടെ മാർക്കറ്റിന് ആകും എന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു ഗ്യാപ്പ് അപ്പോടെയായിരിക്കും മാർക്കറ്റ് തുടങ്ങുന്നതെന്നും തോന്നുന്നു. ഫെഡറൽ റിസർവിൻ്റെ അവലോകനത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ GDP റേഷ്യോ ആണ്. അതായത് അവർ മുൻപ് 2.1% വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്ത് അവർ അത് കുറച്ചിരിക്കുന്നു, 1.7%ലേക്ക് കുറച്ചിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിലെ ഇത്തരം ന്യൂസുകൾ അതിനെ നെഗറ്റീവായി കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മാർക്കറ്റ് അവോയ്ഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതിരുന്നതിനെ പരിഗണിച്ചുകൊണ്ട് മാർക്കറ്റ് ഉയരുന്നു എന്ന് വേണം കരുതാൻ. നമ്മളുടെ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്ന് തീർച്ചയായിട്ടും പോസിറ്റീവായ ട്രെൻഡ് ആയിരിക്കുമെന്ന് എല്ലാവരും കണക്ക് കൂട്ടുന്നുണ്ട്. മാർക്കറ്റിൽ വിപ്രോ എന്തോ ഒരു ബോണ്ട് ഇറക്കി അവർ കാപെക്സ് കളക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹുണ്ടായി മോട്ടോർ കോർപ്പറേഷൻ, അദാനി എന്റർപ്രൈസ്, ഇതൊക്കെ ലൈം ലൈറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ എല്ലാ ഇൻഡെക്സുകളും പ്ലസ്സായി ക്ലോസ് ചെയ്തപ്പോൾ മൈനസായി ക്ലോസ് ചെയ്ത് IT ഇൻഡെക്സ് ആണ്. IT ഷെയറുകളെല്ലാം തന്നെ ഇന്നലെ ചെറിയ രീതിയിലും മൈനസായിട്ട് തന്നെയാണ് ക്ലോസിംഗ് നടന്നത്. ഇന്ന് പക്ഷെ അത് നേരെ റിവേഴ്സ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നാസ്ഡാക്ക് ഒക്കെ 2% കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഇതിലൊക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ലെമൺ ട്രീ ഹോട്ടൽസിന് മക്കാരെ എന്ന് പറയുന്ന ബ്രോക്കറേജ് സ്ഥാപനം റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. അവരെ ബൈ ചെയ്യാൻ പറയുന്നു. അവർ ലെമൺ ട്രീ ഹോട്ടൽസ് 137-135 ലെവലിലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. അത് ബൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് 180-190 ലെവല് കടന്ന് അത് 290-ലേക്കും 300-നടുത്ത് വരെയൊക്കെയാണ് അവർ അതിൻ്റെ റേറ്റ് പറയുന്നത്. ഷോർട്ട് ടേമിൽ അതും 200 കടക്കും എന്ന് തന്നെയാണ് അവർ നൽകിയിരിക്കുന്ന സൂചന. അവരതിനെ ബൈ റേറ്റിംഗിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. കൂടുതലൊന്നുമില്ല. മാർക്കറ്റ് പ്ലസ് ആയിട്ട് തന്നെയാവും ഇന്നത്തെ ഓപ്പണിംഗ് എന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ല. ആ രീതിയിൽ തന്നെയാണ് ലോക മാർക്കറ്റുകളെല്ലാം നിൽക്കുന്നത്. ഉക്രൈൻ യുദ്ധം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തത്തക്ക രീതിയിൽ, താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തത്തക്ക രീതിയിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതും മാർക്കറ്റ് കണക്ക് കൂട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, മാർക്കറ്റിൽ നമ്മൾ കാത്തിരുന്ന 23,000 റെസിസ്റ്റൻസ് ഭേദിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണുന്നവരെ നമസ്കാരം.